ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അതായത് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ട്രാൻസ്ഫർ ബൈ വേ ഓഫ് കമ്പൽസറി അക്വിസിഷൻ സെക്ഷൻ 45(5). അതുപോലെ തന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സംഷൻസും ഇത് രണ്ടുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം കമ്പൽസറി അക്വിസിഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞുതരാം. കമ്പൽസറി അക്വിസിഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും നിയമപ്രകാരം നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് ഏതെങ്കിലും ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മുടെ റോഡ് പണിയുടെയൊക്കെ സമയത്ത്, അതായത് ഇപ്പോൾ ഹൈവേസ് ഒക്കെ പണിയുന്ന സമയത്ത് 4 വരിപ്പാത 6 വരിപ്പാത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? റോഡ് എക്സ്റ്റെൻഡ് ചെയ്യുമല്ലോ. റോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ അവർക്ക് എന്താണ്, എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ സൈഡിൽ സ്ഥലം വേണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും, സൈഡിലുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നൊക്കെ സ്ഥലം ഏറ്റെടുക്കും അല്ലെ. അപ്പൊ അതൊക്കെ കമ്പൽസറി അക്വിസിഷനിൽ വരണതാണ്. ഗവൺമെന്റ് കമ്പൽസറിലി ആൾക്കാരുടെ നിന്ന് അക്വയർ ചെയ്യുന്നതാണ്. റോഡ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്താ, അവിടെ തന്നെ സ്ഥലം വേണം. അവിടെ തന്നെ സ്ഥലം വേണമെങ്കിൽ അതെല്ലാം ഗവൺമെന്റിന്റെ പേരിലായിരിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നൊക്കെ അവിടത്തെയൊക്കെ സ്ഥലം വാങ്ങിക്കും. അതിനാണ് നമ്മൾ കമ്പൽസറി അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ലാൻഡ് തന്നെ ആവണമെന്നില്ല. പൊതുവെ ലാൻഡ്, ബിൽഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ റോഡ് പണി അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അധികമായിട്ട് ഇത് വേണ്ടി വരിക. എന്ത് ക്യാപിറ്റൽ അസറ്റ് വേണമെങ്കിലും ആവാം. അതിന്റെ കോമ്പൻസേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് ഈ ഒരു കേസിൽ കൺസിഡറേഷൻ ഫിക്സ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റോ RBIയോ ആയിരിക്കും. അതും നിർബന്ധമാണ്. എന്നാലേ അതിനെ കമ്പൽസറി അക്വിസിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ, അതായത് ഈ സെക്ഷനിൽ വരുന്നുള്ളൂ. അപ്പൊ സെക്ഷൻ 45(5) പ്രകാരം അട്രാക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിയമപ്രകാരം നമ്മുടെ ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ഏറ്റെടുത്തിട്ടുണ്ടാവണം, കമ്പൽസറിലി അക്വയർ ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമത്, അതിന്റെ കൺസിഡറേഷൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ ആയിരിക്കണം. അപ്പൊ ഓർത്ത് വെക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. നോർമലി ഈ റോഡ് പണി സമയത്തൊക്കെയാണ് ഇത് പൊതുവെ വരാറ്. അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ഥലമൊക്കെ ഗവൺമെന്റ് ഏറ്റെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഗവൺമെന്റിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോഴേ അതിന്റെ കോമ്പൻസേഷൻ കിട്ടണമെന്നൊന്നുമില്ല. അതൊക്കെ ചിലപ്പോൾ ഒരുപാട് സമയം എടുത്തു എന്ന് വരാം അല്ലെ. ഗവൺമെന്റ് ആദ്യം ഒരു കോമ്പൻസേഷൻ പറയും, പിന്നെ അത് അവര് പോരാന്ന് പറയും, ആൾക്കാർ പോരാന്ന് പറയും, പിന്നെ അത് കൂട്ടി കൊടുക്കണം. അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് അത് നീണ്ടു പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ കേസിൽ, അതായത് ആദ്യം നമുക്ക് കോമ്പൻസേഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ്, അല്ല നമ്മൾ പിന്നെ കോടതിയിൽ ഇത് കൂട്ടിത്തരണം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അവരത് കൂട്ടിത്തരികയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും, അങ്ങനെയുള്ള കേസസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ട്രീറ്റ്മെന്റ് ഓഫ് ഇനീഷ്യൽ കോമ്പൻസേഷൻ റിസീവ്ഡ്. ഇനീഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന കോമ്പൻസേഷൻ അല്ലെ. അതായത് അവർ നമ്മുടെ സ്ഥലം ഏറ്റെടുത്തു, അതിന് ഇത്ര രൂപ തരാന്ന് ഒരു എമൗണ്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അത് നമ്മളോട് പറയും. അതിനെയാണ് ഇനീഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനീഷ്യൽ കോമ്പൻസേഷന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്, അപ്പോ നമുക്ക് എത്രയാണോ കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുന്നത് അതിനെയാണ് സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് നമ്മൾ എടുക്കുക. അതായത് ഇപ്പോ ഗവൺമെന്റ് എന്റെ സ്ഥലം ഏറ്റെടുത്ത് അവർ പകരം എനിക്കൊരു 10 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 ലക്ഷത്തിനെയാണ് ഇവിടെ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് ആസ് യൂഷ്വൽ ഞാൻ ആ പ്രോപ്പർട്ടി എത്ര രൂപയ്ക്ക് വാങ്ങിച്ചോ അതെനിക്ക് എടുക്കാവുന്നതാണ്. അതൊക്കെ നോർമലി എടുക്കുന്ന പോലെ എടുക്കാം. പിന്നെ എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രോക്കറേജ് ഫീസ് ഒന്നും വരണില്ലല്ലോ, ഗവൺമെന്റ് ആയിട്ട് വന്ന് ഏറ്റെടുത്തിട്ട് പോവാണല്ലോ. ഇവിടെ വരുന്ന എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും, ലീഗൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും, സ്ഥലം വിൽക്കില്ല എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ കുറെ പ്രശ്നങ്ങളായിട്ട് ചിലപ്പോൾ നമുക്ക് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോകേണ്ടി വരാം. ഒരുപാട് നിയമപരമായിട്ടുള്ള ചെലവുകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഇവിടെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് അവർ ഫിക്സ് ചെയ്യുന്ന കോമ്പൻസേഷൻ, പിന്നെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ലീഗൽ എക്സ്പെൻസസ്. പിന്നെ അടുത്ത ചോദ്യം, ഇത് ഏത് കൊല്ലമാണ് ടാക്സബിൾ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരണമെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു കൊല്ലവും നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നത് വേറൊരു കൊല്ലം ആവാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. കാരണം എന്താ, ഗവൺമെന്റ് ആണല്ലോ ഇതൊക്കെ പ്രോസസ് ചെയ്ത് അതൊക്കെ കിട്ടിയാവുമ്പോഴേക്കും ചിലപ്പോൾ സമയം എടുക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണോ നമുക്ക് ആ കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് അപ്പോ, അതായത് ഇൻ ദ ഇയർ വെൻ സച്ച് കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ ഓർ പാർട്ട് thereof is ഫസ്റ്റ് റിസീവ്ഡ്, ഫസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ കോമ്പൻസേഷൻ ഇപ്പൊ ഒരു 10 ലക്ഷം രൂപ തരാന്ന് അവർ എഗ്രി ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് 8 ലക്ഷം തന്നു, 2 ലക്ഷം തരാനുണ്ട്. അങ്ങനെയാണെങ്കിലും ആ 8 ലക്ഷം കിട്ടുന്ന സമയത്ത് തന്നെ 10 ലക്ഷവും നമ്മൾ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് എടുത്തിട്ട്
ടാക്സ് ചെയ്യണം. അതായത് ഇവിടെ പറയുന്നത് ഇൻ ദ ഇയർ വെൻ സച്ച് കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ ഓർ പാർട്ട് ദെയറോഫ് ഇസ് ഫസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് എപ്പോൾ കിട്ടണോ അപ്പോഴാണ് അതിന്റെ ടാക്സബിലിറ്റി. മുഴുവൻ കിട്ടണം എന്നപ്പോൾ ഇല്ല. എത്രയാണോ അവർ തരാന്ന് പറഞ്ഞിരിക്കുന്നത്, ഇനീഷ്യലി അവർ എത്ര കോമ്പൻസേഷൻ തരാന്ന് പറഞ്ഞു, അതിന്റെ പാർട്ട് പേയ്മെന്റ് കിട്ടിയാലും നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ആണ്, ബട്ട് ഓൺലി ടിൽ ദ ഇയർ ഓഫ് കമ്പൽസറി അക്വിസിഷൻ. ഏത് കൊല്ലാണോ അവർ പ്രോപ്പർട്ടി നമ്മുടെ അക്വയർ ചെയ്യുന്നത് ആ കൊല്ലം വരെ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ സംഭവത്തിന് ടാക്സ് അടയ്ക്കുന്നത് വരെ കിട്ടില്ല. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2019 കമ്പൽസറി അക്വിസിഷൻ നടന്നു എന്ന് വിചാരിക്കുക. 2021 എനിക്ക് ചിലപ്പോൾ പേയ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ 2021 എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. പക്ഷെ എനിക്ക് ഇൻഡെക്സേഷൻ 2021 എടുക്കാൻ പറ്റില്ല, പകരം 2019 എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇനീഷ്യൽ കോമ്പൻസേഷന്റെ കേസ്, സെക്ഷൻ 45(5)(a). അടുത്തത് വന്നിട്ട് എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ കാര്യമാണ്. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇനീഷ്യൽ കോമ്പൻസേഷൻ ഗവൺമെന്റ് ഫിക്സ് ചെയ്തു, അവരത് തരാന്ന് പറയണു. ചിലപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇത് പോരാ, ഇവര് സ്ഥലത്തിന് വില തരുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കോടതിയിലൊക്കെ പോയിട്ട് കോമ്പൻസേഷൻ കൂട്ടിത്തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ കൂട്ടിത്തരാൻ ആവശ്യപ്പെട്ടിട്ട് അവർ കൂട്ടിത്തരാന്ന് പറഞ്ഞു വിചാരിക്കൂ, അതിനെയാണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കോമ്പൻസേഷൻ ആദ്യം ഫിക്സ് ചെയ്തതിൽ നിന്നും പിന്നീട് അധികം വേണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അധികം തരികയാണെങ്കിൽ അതിനെ നമ്മൾ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നു. അപ്പൊ എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ കേസിൽ എങ്ങനെയാണ് ടാക്സബിലിറ്റി? എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ സെക്ഷൻ 45(5)(b) പ്രകാരം എത്രയാണോ നമുക്ക് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ആയി കിട്ടുന്നത് അതിനെയാണ് നമ്മൾ സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്കൊന്നും എടുക്കാനില്ല. എന്തുകൊണ്ടാ? ഇനീഷ്യലി നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ഫുൾ മൈനസ് ചെയ്തതാണല്ലോ. അവിടെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞ് ഫുൾ ഡിഡക്ട് ചെയ്തതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഒന്നുമില്ല. ഇത് ആ കോമ്പൻസേഷന് പുറമേ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനില്ലായിരിക്കും. പിന്നെ എക്സ്പെൻഡിച്ചർ ഓൺ ട്രാൻസ്ഫർ ഈ പറഞ്ഞ പോലെ തന്നെ ആസ് യൂഷ്വൽ നമുക്ക് വല്ല ലിറ്റിഗേഷൻ എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ കോടതിയിൽ പോകാനുള്ള ചെലവും അങ്ങനെയുള്ള ചെലവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ടാക്സബിലിറ്റി എന്ന് പറയുന്നത് ഇൻ ദ ഇയർ ഇൻ വിച്ച് സച്ച് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഓർ കൺസിഡറേഷൻ ഇസ് റിസീവ്ഡ്. എപ്പോഴാണോ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടുന്നത് ആ കൊല്ലം അതിന് ടാക്സ് അടച്ചാൽ മതി. പിന്നെ നേച്ചർ ഓഫ് ഗെയിൻ. അപ്പൊ ഇതിൽ നമുക്ക് സംശയം വരും, കാരണം ഇതിൽ നമുക്ക് പ്രോപ്പർട്ടി ഓൾറെഡി നേരത്തെ ട്രാൻസ്ഫർ ചെയ്തതാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ വേറെ പ്രോപ്പർട്ടി ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത്. അപ്പൊ ഇനീഷ്യൽ കോമ്പൻസേഷൻ നമ്മൾ ഇത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ അതേ തന്നെയാണ് എൻഹാൻസ്ഡ് കോമ്പൻസേഷനും എടുക്കേണ്ടത്. അതായത് ഓൾറെഡി നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ലോങ് ടേം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അത് ലോങ് ടേം തന്നെയാണ്. അതായത് എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ കേസിലും അത് ലോങ് ടേം ആയിട്ട് എടുക്കുക. അല്ല നേരത്തെ അത് ഷോർട്ട് ടേം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എടുക്കുക. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അതായത് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത് അവർ കോമ്പൻസേഷൻ അധികം തരികയാണ് അല്ലെ. അപ്പൊ അധികം തരുന്നതിന് ചിലപ്പോൾ അവർ ഇൻട്രസ്റ്റും തരും, ഗവൺമെന്റ് ഇൻട്രസ്റ്റും തരും. അങ്ങനെ ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലല്ല ടാക്സബിൾ, പകരം ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ് ടാക്സബിലിറ്റി വരുന്നത്. അപ്പൊ മേ ബി നമുക്ക് ചിലപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ചാപ്റ്ററിൽ ഈ പോയിന്റ് ഒന്നുകൂടെ വരുമായിരിക്കും. എന്നാലും ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക, കാരണം ഇത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാത്തുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇനീഷ്യൽ കോമ്പൻസേഷൻ എന്താണെന്നും എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്താണെന്നും രണ്ടിന്റെയും ടാക്സബിലിറ്റി. ഓക്കെ, അടുത്തത് നോട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എനി എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ റിസീവ്ഡ് ഇൻ പേഴ്സണൻസ് ഓഫ് എൻ ഇന്ററിം ഓർഡർ ഓഫ് എ കോർട്ട്, ട്രൈബ്യൂണൽ ഓർ അതർ അതോറിറ്റി ഷാൽ ബി ഡീംഡ് ടു ബി ദി ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ഫൈനൽ ഓർഡർ ഓഫ് സച്ച് കോർട്ട്, ട്രൈബ്യൂണൽ ഓർ അതർ അതോറിറ്റീസ് മെയ്ഡ്. അതായത് ഇപ്പോൾ ഈ കോടതിയുടെയൊക്കെ കാര്യമാകുമ്പോൾ എന്താന്ന് വെച്ചാൽ അവര് ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫൈനൽ ഓർഡർ വരുന്നതിന് മുന്നേ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഓർഡർ പാസ് ചെയ്തിട്ട് നമുക്ക് കോമ്പൻസേഷൻ തരാനായിട്ട് പറയും. അതായത് ഇപ്പോ നമുക്ക് പ്രോപ്പർട്ടി ഏറ്റെടുത്തിട്ട് അവർ പറയാണ് 10 ലക്ഷം തരാനാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതിന്റെ ഫൈനൽ ഓർഡർ വരുന്നേ ഉള്ളൂ. അവർ തീരുമാനിച്ചിരിക്കുന്നത് അത് തരാനാണ്. ഫൈനൽ ഓർഡർ എത്രയാന്നൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് അറിയുള്ളൂ വിചാരിക്കാം. അപ്പോ കോടതിയിൽ ഇടയ്ക്ക് വിധി വന്നു, അതായത് ഇപ്പോ തൽക്കാലത്തേക്ക് ഒരു 5 ലക്ഷം കോമ്പൻസേഷൻ തന്നോളാനായിട്ട് വിധി വന്നു. പക്ഷെ ഫൈനൽ ഓർഡർ വന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര രൂപയാന്നൊക്കെ അറിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ഓർഡർ എപ്പോഴാണോ വരുന്നത് അപ്പോ അതിന് ടാക്സ് അടച്ചാൽ മതി. അല്ലാതെ ഇപ്പൊ തന്നെ കിട്ടിയ സമയത്ത് തന്നെ അതിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല.
അപ്പോൾ എപ്പോഴാണോ ഫൈനൽ ഓർഡർ വരുന്നത് ആ കൊല്ലാണ് അതിന്റെ ടാക്സ് അടയ്ക്കേണ്ടത്. പ്രൊവൈഡഡ് ഇപ്പൊ ഇന്ററിം ഓർഡർ ആണ് വന്നതെങ്കിൽ, അപ്പൊ അത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം തന്നിട്ടുണ്ടാവും ഇന്ററിം ഓർഡർ ഈ കൊല്ലം വന്നു എന്ന്. അപ്പൊ ഇന്ററിം ഓർഡർ വന്ന കൊല്ലത്ത് നമ്മൾ എടുക്കണ്ട, അത് കണക്കിലെടുക്കണ്ട. പകരം ഫൈനൽ ഓർഡർ ഏത് ഡേറ്റിലാണോ വരുന്നത് ആ ഇയറിലായിരിക്കും ടാക്സബിൾ. പിന്നെ ഇൻ കേസ് ഇപ്പോ ഈ ഗവൺമെന്റിന്റെ കാര്യമില്ലേ, ചിലപ്പോ എന്തായിരിക്കും, നമ്മളിപ്പോ പ്രോപ്പർട്ടി ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഗവൺമെന്റ് നമുക്ക് തരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ മരിച്ചിട്ടുണ്ടാവും, നമ്മുടെ ലീഗൽ ഹെയറിനോ ആർക്കെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അതിന്റെ ആ കോമ്പൻസേഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അവർക്കായിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ വല്ല കേസും നടന്നു കഴിഞ്ഞാൽ ആർക്കാണോ ആ കോമ്പൻസേഷൻ കിട്ടുന്നത് അത് അവരുടെ കയ്യിൽ ടാക്സബിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ ഞാനാണ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തത്, പക്ഷെ ഇവര് കോമ്പൻസേഷൻ തീരുമാനിച്ച് തരുമ്പോഴേക്കും ഞാൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ലീഗൽ ഹെയർ ആരാണോ, അതായത് ഇത് പിന്നെ ഇതിന്റെ അവകാശം ആർക്കാണോ വരണത്, അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ അത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ തന്നെ അവർക്ക് കിട്ടുമ്പോൾ അത് ടാക്സബിൾ ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ട് ജനറൽ പോയിന്റ്സ് ആണ്. അപ്പൊ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ പ്രോബ്ലം കൂടെ നോക്കുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. അപ്പൊ പ്രോബ്ലം കൂടെ നോക്കാം. Sunil has a house property acquired on 7/7/1995 for rupees 3 lakh. He incurred improvement expenditure on such a property 70,000 on 16/8/2000 and 50,000 on 17/7/2010. Market value of such a property as on 1/4/2001 is rupees 4,50,000. On 16/8/2013, such a property is compulsorily acquired by government and compensation decided at 11,50,000. 20% of the compensation received on 31/3/2020 and balance on 2/4/2020. On further appeal on 16/8/2020, enhanced compensation is declared by the government rupees 2 lakh. Expenditure incurred to get enhanced compensation is rupees 11,000. Such compensation received on 18/8/2021. Compute income under the head capital gain of Sunil for the assessment year 2021, 21-22 and 22-23. ക്വസ്റ്റ്യനിൽ പറയുന്നത്, സുനിൽ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. അയാൾ അത് അക്വയർ ചെയ്തത് 7/7/1995 അല്ലെ, 3 lakhന്. ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ വരുത്തിയിട്ടുണ്ട്, ഒന്ന് 2000-ലും പിന്നെ ഒന്ന് 2010-ലും. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് 2013 ഗവൺമെന്റ് ആ പ്രോപ്പർട്ടി അക്വയർ ചെയ്തു. അതിന് കോമ്പൻസേഷൻ 11,50,000 ആയിരുന്നു. അതിൽ 20% 31/3/2020-ലും ബാലൻസ് 2/4/2020-ലും കൊടുത്തു. അതിനുശേഷം അയാൾ വീണ്ടും അപ്പീലിന് പോയപ്പോൾ വീണ്ടും കോമ്പൻസേഷൻ കൊടുത്തു. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്, അത് 2 ലക്ഷം രൂപ. അത് കിട്ടിയിട്ടുള്ളത് 16/8/2020 ഡിക്ലെയർ ചെയ്തു. കിട്ടിയിട്ടുള്ളത് 18/8/2021. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് വരുത്തിയിട്ടുണ്ട്. എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടാനായിട്ട് ഒരു 11,000 എക്സ്പെൻസ് വരുത്തിയിട്ടുണ്ട്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അസസ്മെന്റ് ഇയർ 2021, 21-22 ആൻഡ് 22-23-ലുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പൊ ഇനീഷ്യൽ കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് ഏത് വർഷത്തിലാണ്, എപ്പോഴാണോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് കോമ്പൻസേഷൻ കിട്ടുന്നത് ആ കൊല്ലം. അപ്പൊ ഇവിടെ നമുക്ക് 11,50,000 ആണ് കോമ്പൻസേഷൻ എങ്കിലും അതിന്റെ 20% മാത്രമാണ് 31/3/2020 കിട്ടിയിട്ടുള്ളത്. ബാലൻസ് 2/4/2020 കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഇതിൽ 2 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ അല്ലെ, 31-ഉം 2/4 എന്ന് പറയുന്നത് തമ്മിൽ 2 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അത് 2 കൊല്ലത്തിൽ പെട്ടു അല്ലെ, അതായത് 1920-യും അതുപോലെ 2021, അങ്ങനെ 2 ഇയേഴ്സിലായിട്ടാണ് നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇനീഷ്യൽ കോമ്പൻസേഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു എപ്പോഴാണ് അതിന്റെ ടാക്സബിലിറ്റി, ആദ്യമായിട്ട് അത് എപ്പോഴാണോ കിട്ടുന്നത് ആ കൊല്ലാണ് അതിന്റെ ടാക്സബിലിറ്റി. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ടിന് ഇനീഷ്യൽ കോമ്പൻസേഷന്റെ ഫുൾ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ 1920-ലായിരിക്കും, അതായത് അസസ്മെന്റ് ഇയർ 2021-ലായിരിക്കും. ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. എൻഹാൻസ്ഡ് കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ റിസീവ് ചെയ്യണത് അപ്പോഴാണ് അതിന്റെ ടാക്സബിലിറ്റി. അപ്പൊ ഇതിൽ എനിവേ ഒരൊറ്റ കൊല്ലത്തില് ഒരൊറ്റ തവണയായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത് 18/8/2021 റിസീവ് ചെയ്യുന്നത്. അതായത് അസസ്മെന്റ് ഇയർ പറയുകയാണെങ്കിൽ 22-23 എന്നുള്ള അസസ്മെന്റ് ഇയറിലേ വരുള്ളൂ. അപ്പോൾ അത് ഫുള്ളി 2 lakh ഫുള്ളി എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഫുള്ളി 22-23 എന്നുള്ള ഇയറിലും ടാക്സബിൾ ആയിരിക്കും. പിന്നെയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആൻസറും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഒന്നുകൂടെ. അപ്പോൾ പോയിന്റ്സ് ഒന്നുകൂടെ റിഫ്രഷ് ആയ പോലെ ആവും.
അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ അസസ്മെന്റ് ഇയർ 2021 ആണ് കണ്ടുപിടിക്കുന്നത്. സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ആണ്. നമ്മൾ ഫുൾ എമൗണ്ട് എടുക്കും, കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഇനീഷ്യൽ കോമ്പൻസേഷൻ ആദ്യമായിട്ട് കിട്ടുമ്പോൾ തന്നെ ഫുൾ എമൗണ്ട് കിട്ടണമെന്നില്ല. എത്രയാണോ കിട്ടിയത് അതിനല്ല, ഫുൾ എമൗണ്ടിനും തന്നെ നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ 20% കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ടിന് നമ്മൾ അവിടെ ടാക്സ് കണക്കാക്കണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കണം. ഓക്കെ, അതുകൊണ്ടാണ് മൊത്തം 11,50,000 ഇട്ടിരിക്കുന്നത്. പിന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, ഇത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞാണ്. എന്തുകൊണ്ടാണ് 4,50,000 വന്നത്? നമുക്കറിയാം 2000 മുന്നേ ആണ്, അതായത് 1995 ഇയാൾ പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് മുന്നേ വന്നിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ ഇഗ്നോർ ചെയ്യും അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു ഇംപ്രൂവ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇഗ്നോർ ചെയ്തത്. ഇപ്പോൾ 4,50,000 നമ്മൾ എടുത്തു. പിന്നെ ഇൻഡെക്സിൽ 220 എന്നാണ് എടുത്തിരിക്കുന്നത്. 220 എന്ന് പറയുന്നത് ഏത് വർഷമാണോ കമ്പൽസറി അക്വിസിഷൻ നടന്നിട്ടുള്ളത് ആ കൊല്ലത്തെ ഇൻഡെക്സ് ആണ്. അതും നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് എപ്പോഴാണോ കമ്പൽസറി അക്വിസിഷൻ നടക്കുന്നത് അതുവരെ നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റുള്ളൂ, അതുവരെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് കണക്കാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 220 എടുത്തത്. അപ്പൊ അത് 2013 ഇൻഡെക്സ് ആണ്. പിന്നെ 100 ബേസ് ഇയറിന്റെ ഇൻഡെക്സ്. പിന്നെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 2000 വരുത്തിയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡെക്സ് സാധാരണ പോലെ തന്നെ, പിന്നെ എപ്പോഴാണോ ഇംപ്രൂവ്മെന്റ് വരുത്തിയത് ആ കൊല്ലത്തെയാണ് ബേസിൽ നമ്മൾ എടുക്കുന്നത്, ബേസ് ഇൻഡെക്സ് ആയിട്ട് എടുക്കുന്നത്. അത്രയേ ഉള്ളൂ, അത് നോർമൽ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടി. പിന്നെ അതന്നെയാണ് ഇവിടെ നോട്ട്സ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ എപ്പോഴും നോട്ട്സ് നല്ല രീതിയിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ എഴുതണ്ടോ, ജസ്റ്റ് ഇവിടെ ചെയ്തതിനുള്ള റീസൺ. പക്ഷെ അത് എഴുതാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്, അതിന് മാർക്ക് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇവർ വാല്യൂ ചെയ്യാന്ന് വെച്ചാൽ ഓരോ പോയിന്റ് ബൈ പോയിന്റ് നോക്കിയിട്ടാണ് മാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ആൻസർ കിട്ടി, എന്റെ ആൻസർ കറക്റ്റ് ആന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് അവിടെ കിട്ടില്ല. നമുക്കത് ഫുൾ വരണം എന്നുണ്ടെങ്കിൽ ഇതുകൂടെ എഴുതിയിട്ടുണ്ടാവണം. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ ചെയ്ത് പഠിക്കുമ്പോഴാണെങ്കിലും അതുകൂടെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ എക്സാമിന് പോയിട്ട് ഇതൊക്കെ ഞാൻ എഴുതാന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ എക്സാമിന് പോകുമ്പോൾ നമുക്കത് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാനിപ്പോ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് തന്നെയാണ് ഇവിടെയും തന്നിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് വന്നിട്ട് എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ കേസാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പോലെ എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ ടാക്സബിലിറ്റി വരുന്നത് 2022-23 എന്നുള്ള ഇയറിലാണ്. എന്തുകൊണ്ട് 21-22 വന്നില്ല എന്ന് വെച്ചാൽ ആ കൊല്ലം നമുക്ക് ഒന്നും റിസീവ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇനീഷ്യൽ കോമ്പൻസേഷന്റെ കേസിൽ എപ്പോഴാണ് ഫസ്റ്റ് റിസീവ് ചെയ്യുന്നത് ആ കൊല്ലം തന്നെ ഫുള്ളി ടാക്സബിൾ ആണ്. അതുകൊണ്ടാണ് 21-22 ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടാക്സബിലിറ്റി ഒന്നും വരുന്നില്ല. എൻഹാൻസ്ഡ് കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം എത്രയാണോ കിട്ടിയത് അത് നമ്മൾ എടുക്കണം. പിന്നെ എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ നമ്മൾ ലെസ് ചെയ്തു. ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റോ ഉണ്ടാവില്ല, കാരണം ഒരിക്കൽ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടിക്ക് കിട്ടിയത് തന്നെയാണ് ഈ കോമ്പൻസേഷനും. അപ്പൊ ഇതിന് ഇനി പ്രത്യേകിച്ച് ഒന്നും നമുക്ക് മൈനസ് ചെയ്യാനില്ല. ഇപ്പൊ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇംപ്രൂവ്മെന്റും മൈനസ് ചെയ്യാനില്ല. അപ്പോൾ കിട്ടുന്നത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ ഈ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇനീഷ്യലി ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ അതിന്റെ ബേസിസിലാണ്. അപ്പൊ ഇനീഷ്യലി ഇത് ലോങ് ടേം ആയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് ലോങ് ടേം ആയത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലോണം ഓർത്ത് വെക്കാം. നമുക്ക് ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ചാപ്റ്ററിൽ ഡിഫറെന്റ് കേസസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കേസേ ചോദിക്കുള്ളൂ ആയിരിക്കും, പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കാം. അപ്പൊ ഇതും സാധ്യതയുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ടെക്സ്റ്റിൽ ഏതൊക്കെ ഇലിസ്ട്രേഷൻസ് തന്നിട്ടുണ്ടോ അതൊക്കെ എല്ലാവരും നന്നായി നോക്കുക. അതിന്നൊക്കെ തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉള്ളത്. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 എക്സംഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റത്തെ എക്സംഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 1037. സെക്ഷൻ 1037 പ്രകാരം കമ്പൽസറി അക്വിസിഷനിൽ ഒരു എക്സംഷൻ പറയുന്നുണ്ട്. അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻഡിവിജ്വലിനും HGF-നും മാത്രമാണ്. അപ്പൊ ഇൻഡിവിജ്വലിനും HGF-നും മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു എക്സംഷൻ ആണ്. ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ, അസസി ഹാസ് ട്രാൻസ്ഫേർഡ് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ബീയിങ് എ ക്യാപിറ്റൽ അസറ്റ്. നമുക്കറിയാം അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന് പറയുന്നതിൽ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല, അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് കമ്പൽസറി അക്വിസിഷൻ വഴി ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ
ആ ഏറ്റെടുത്തിട്ടുള്ള ഇതിന് നമുക്ക് കിട്ടുന്ന കൺസിഡറേഷന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കേണ്ടതില്ല, അത് എക്സംപ്റ്റഡ് ആണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻസ് ആണ് ഈ പറയുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഒരു ഇൻഡിവിജ്വലിനോ HUF-നോ മാത്രമേ ഇത് കിട്ടുള്ളൂ. പിന്നെ അടുത്തത് പറയുന്നത് സച്ച് ലാൻഡ് വാസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസസ് ബൈ സച്ച് HUF ഓർ ഇൻഡിവിജ്വൽ ഓർ ഹിസ് പാരന്റ്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 2 years ഇമീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. നമ്മുടെ ഇന്ന് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള 2 കൊല്ലമെങ്കിലും, അതായത് നമ്മുടെ ഏത് കൊല്ലമാണോ ഇത് കമ്പൽസറി അക്വിസിഷൻ വഴി ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത്, അതിന് തൊട്ട് മുന്നേ ഉള്ള 2 കൊല്ലം നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ അല്ല HUF ആണെങ്കിൽ HUF-ഓ അവിടെ കൃഷി നടത്തിയിട്ടുണ്ടാവണം. നമ്മൾ അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അഗ്രികൾച്ചറൽ ലാൻഡ് ആയതുകൊണ്ട് തന്നെ തൊട്ട് മുന്നേ ഉള്ള 2 കൊല്ലങ്ങളിൽ അവിടെ കൃഷി നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കണ്ടീഷൻസ് ഉണ്ട്, അതും നോക്കാം. സച്ച് ലാൻഡ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ, അതായത് കമ്പൽസറി അക്വിസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ RBI ഫിക്സ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, കൺസിഡറേഷൻ ആയിരിക്കണം. അങ്ങനെയാണ് ആവണം, അതായത് കമ്പൽസറി അക്വിസിഷൻ ആവണം, അത്രേ ഉള്ളൂ. ഇത് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ്. പിന്നെ കോമ്പൻസേഷൻ ഓഫ് കൺസിഡറേഷൻ ഫോർ സച്ച് ട്രാൻസ്ഫർ ഈസ് റിസീവ്ഡ് ബൈ സച്ച് അസസി ഓൺ ഓർ ആഫ്റ്റർ 1/4/2004. 1/4/2004 ശേഷമായിരിക്കണം നമുക്ക് ഇതിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇപ്പൊ ഇത് തരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 2020-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് അധികം ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കില്ല, ബാക്കിയുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ്, ഒന്ന് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കണം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലിനും HUF-നും മാത്രമേ ഈ എക്സംഷൻ കിട്ടുള്ളൂ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള 2 കൊല്ലം ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ടാവണം. നമ്മളോ നമ്മുടെ പാരന്റ്സോ അല്ലെങ്കിൽ HUF ആണെങ്കിൽ HUF അവിടെ കൃഷി ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ ഇതിന് നമുക്ക് ഈ കിട്ടുന്ന ഇൻകം എക്സംപ്റ്റഡ് ആവുള്ളൂ. ഇൻകം എക്സംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ഒന്നും വരുന്നില്ല അല്ലെ. പിന്നെ എന്താണ്, ഇൻകം ഓൺ സച്ച് ട്രാൻസ്ഫർ ഷാൽ ബി എക്സംപ്റ്റഡ്, അതേ തന്നിട്ടുള്ളൂ. അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് സെക്ഷൻ 1037. അപ്പൊ നമ്മൾ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടെ ആ ചാപ്റ്ററിൽ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ ഹെഡ് പഠിക്കുമ്പോൾ അതിൽ പഠിച്ചു പോവാന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ സെക്ഷൻ. ഇനി അടുത്തത് ഒരു എക്സംഷൻ കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. എക്സംഷൻ ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ അണ്ടർ ലാൻഡ് പൂളിംഗ് സ്കീം, സെക്ഷൻ 1037A. സെക്ഷൻ 1037A എന്ന് പറയുന്നത് ലാൻഡ് പൂളിംഗ് സ്കീമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ലാൻഡ് പൂളിംഗ് സ്കീം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശും തെലങ്കാനയും രണ്ടായിട്ട് മാറിയല്ലോ, 2 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആയി മാറിയ സമയത്ത് ആന്ധ്രാപ്രദേശില് അമരാവതി എന്ന് പറയുന്ന ഒരു സിറ്റി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കെട്ടാനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഈ പറയുന്നത് ലാൻഡ് പൂളിംഗ് സ്കീം. ഇതിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഉള്ള ആൾക്കാരുടെ സ്ഥലം വാങ്ങിക്കും, ഗവൺമെന്റ് ഏറ്റെടുക്കും. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ ഡെവലപ്മെന്റോടുകൂടി നല്ലൊരു സിറ്റിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണിത്. അപ്പോൾ കുറെ ആൾക്കാരുടെ ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഗവൺമെന്റിന് ഒരുപാട് സ്ഥലം കിട്ടുമല്ലോ. അപ്പൊ അവിടെ അവർക്ക് നല്ല രീതിയിൽ ഒരു സിറ്റി പ്ലാൻ ചെയ്തിട്ട് കെട്ടാലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം കൊണ്ടുവന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ആൾക്കാരുടെ ലാൻഡ് ഏറ്റെടുക്കുമ്പോൾ പകരമായിട്ട് ക്യാഷ് അല്ല കൊടുക്കുക, പകരം അവർക്ക് വേറെ ലാൻഡാണ് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഈ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ സിറ്റിയിലുള്ള പ്ലേസോ അത് അവർ ഗവൺമെന്റ് തീരുമാനിക്കും ഏത് പ്ലേസ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ലാൻഡിന് പകരം ലാൻഡ് തന്നെയാണ് ഈ സ്കീമിൽ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഈ സ്കീമിലേക്ക് ലാൻഡും ബിൽഡിങ്ങും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക്, അതായത് അവരുടെ സ്ഥലവും അല്ലെങ്കിൽ ബിൽഡിങ്ങും കൊടുക്കാൻ തയ്യാറാവുന്നവർക്കുള്ള ചില എക്സംഷൻസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇത് ആന്ധ്രാപ്രദേശിലാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ മാത്രമേ തൽക്കാലത്തേക്ക് ഇപ്പൊ ഇതുള്ളൂ. അപ്പൊ ഇതില് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF-നാണ് ഈ ഒരു എക്സംഷൻ കിട്ടുള്ളൂ. അസസി എന്ന് പറയുന്നത് ലാൻഡ് ഓർ ബിൽഡിങ്ങിന്റെ ഓണർ ആയിരിക്കണം 2/6/2014 ആ ഒരു ഡേറ്റിലാണ് ഈ സംഭവങ്ങൾ നടത്തിയിരിക്കുന്നത്, ഏകദേശം ആ ഒരു പീരീഡിലാണ്. അപ്പോൾ 2/6/2014 എന്നുള്ള ഡേറ്റിൽ അസസി ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഓണർ ആയിരിക്കണം. അവർ ഈ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഈ ഒരു സ്കീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവണം. അതാണ് സെക്കൻഡ് പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ചില എക്സംഷൻസ് ഉണ്ട്. എന്തിനൊക്കെയാണ് എക്സംഷൻ? ഒന്ന്, ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത് അണ്ടർ ദ സ്കീം. ഈ സ്കീം പ്രകാരം നമ്മൾ നമ്മുടെ ലാൻഡും ബിൽഡിങ്ങും കൊടുത്തതിന് എക്സംഷൻ ഉണ്ട്. അതുകൂടാതെ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് പൂളിംഗ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അണ്ടർ ദ സ്കീം ടു ദ അസസി ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസ്ഫർ റെഫേർഡ് ഇൻ എ. നമ്മൾ ഈ പോയിന്റ് എയിൽ പ്രകാരം, അതായത് നമ്മുടെ ലാൻഡോ ബിൽഡിങ്ങോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്, ലാൻഡ് പൂളിംഗ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടൊരു സംഭവം. നമുക്ക് വേണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേറൊരാൾക്ക് വിൽക്കാം. ഓക്കെ, അതായത് ഇപ്പോ ഞാൻ എൻ്റെ ഒരു ലാൻഡ് ഗവൺമെന്റിന് കൊടുത്തു, പകരം അവർ എനിക്കൊരു ലാൻഡ് തരണോ, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒരു സംഭവം നമുക്ക് തരണോ. നമ്മൾ ആ സ്ഥലം വെച്ചോണ്ടിരിക്കണമെന്നില്ലല്ലോ, നമുക്കത് വിൽക്കാലോ. അങ്ങനെ വേണമെങ്കിൽ വിൽക്കാം. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഞാൻ വിറ്റാലും അതിനും എക്സംഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് കിട്ടിയല്ലോ, പകരം കിട്ടിയിട്ടുള്ള ലാൻഡ്
പകരം കിട്ടിയിട്ടുള്ള ലാൻഡ് ഞാൻ 2 കൊല്ലത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിലും എനിക്ക് എക്സംഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ 3 കാര്യങ്ങൾക്കാണ് എക്സംഷൻ. ഒന്ന്, ഞാനിപ്പോ ഗവൺമെന്റിന്റെ ഈ സ്കീമിലേക്ക് എന്റെ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആണ്. അല്ല, ലാൻഡ് ബിൽഡിംഗ് കൊടുക്കുമ്പോൾ അവർ എനിക്ക് പകരം ഒന്നോ സർട്ടിഫിക്കറ്റ് തരും തോന്നുന്നു. അതിപ്പോ സ്കീമിനെ കുറിച്ച് കൂടുതലായി വായിച്ചാലേ ഇതൊക്കെ അറിയുള്ളൂ. എനിവേ, ഒരു ഓവർവ്യൂ ഞാൻ തന്നല്ലോ, അപ്പൊ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ പകരം അവർ സർട്ടിഫിക്കറ്റ് ആണ് തരുന്നത് വിചാരിക്കുക. ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്നുണ്ടെങ്കിലും വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് എക്സംഷൻ എടുക്കാം. അതല്ല, അവർ നമുക്ക് പകരം ലാൻഡ് തന്നു, അതായത് ഗവൺമെന്റ് നമുക്ക് പകരം ലാൻഡ് തന്നു, റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ലാൻഡ് നമുക്ക് തന്നു. ആ ലാൻഡ് നമ്മൾ 2 കൊല്ലത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്താലും നമുക്ക് എക്സംഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് പ്ലോട്ട് ഓർ ലാൻഡ് റിസീവ്ഡ് ബൈ ദ അസസി അഗെയിൻസ്റ്റ് ട്രാൻസ്ഫർ മെൻഷൻഡ് ഇൻ എ, അതായത് എ പോയിന്റ് പ്രകാരം നമ്മൾ ഗവൺമെന്റിലേക്ക് ലാൻഡ് കൊടുത്തു, അതിന് പകരമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ലാൻഡ് ആ കൊല്ലത്തിന്റെ അവസാനത്ത് നിന്ന് 2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താലും നമുക്ക് എക്സംഷൻ എടുക്കാവുന്നതാണ്. അതാണ് പോയിന്റ് നമ്പർ സി. ഇനി ടാക്സ് പോയിന്റ് എന്ന് പറയുന്നതിൽ അവർ പറയുന്നത്, ഇപ്പൊ നമ്മൾ 2 കൊല്ലമായിട്ടും ഈ ലാൻഡ്, ഈ പുതിയതായി കിട്ടിയിട്ടുള്ള ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തില്ല, അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അതിനുശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 2 കൊല്ലം നമുക്ക് വിൽക്കാൻ തോന്നിയില്ല, അതിനുശേഷമാണ് നമ്മൾ ഈ പുതിയ ലാൻഡ് കിട്ടിയത് വിൽക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ, എപ്പോഴാണോ നമ്മൾ വിൽക്കുന്നത് ആ കൊല്ലം നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ കണക്കാക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുന്നത് നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ല, പകരം ഈ 2ാമത്തെ കൊല്ലം, ഇവിടെ പറയുന്ന ഈ 2ാമത്തെ കൊല്ലം ഇല്ലേ, ഈ 2ാമത്തെ കൊല്ലത്തെ അവസാനത്തെ ഡേറ്റിൽ, അവസാനത്തെ ഡേ, അതായത് ഈ 2ാമത്തെ കൊല്ലത്തിന്റെ മാർച്ച് 31 എന്താണോ ആ പ്രോപ്പർട്ടിയുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, അതിനെ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാൻ പറ്റും. സോ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്നാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2017 ഞാൻ എന്റെ ലാൻഡ് ഗവൺമെന്റിന് ട്രാൻസ്ഫർ ചെയ്തത്, പകരം എനിക്ക് 2017 തന്നെ അവരെന്ത് തന്നു, ലാൻഡ് തന്നു. അപ്പൊ 2017 എന്നുള്ള ഇയർ ആണല്ലോ, അപ്പൊ അത് കഴിഞ്ഞ് 2 കൊല്ലം, അപ്പോൾ 2018, 2019 മാർച്ച് 31 ഞാൻ ഈ പുതിയതായി കിട്ടിയിട്ടുള്ള ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സംഷൻ എടുക്കാം. അല്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത്, സർട്ടിഫിക്കറ്റ് ഞാൻ ട്രാൻസ്ഫർ ചെയ്താലും എനിക്ക് എക്സംഷൻ എടുക്കാം. ഗവൺമെന്റിന് കൊടുത്തതിന് ഓൾറെഡി എനിക്ക് എക്സംഷൻ ഉണ്ട്. അപ്പൊ 2019 മാർച്ച് 31 വരെ ഞാൻ എന്റെ പ്രോപ്പർട്ടി, ഈ പുതിയതായി കിട്ടിയ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തില്ല. 2019 ശേഷം ഞാൻ ട്രാൻസ്ഫർ ചെയ്യണം, അതായത് 2020 ഞാൻ ഈ പുതിയ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എനിക്ക് അവിടെ എത്ര കിട്ടണോ അത് എടുക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് എന്റെ ഒറിജിനൽ കോസ്റ്റ് എടുക്കണ്ട, പകരം 31 മാർച്ച് 2019 എന്താണോ അന്നത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ അത് എടുത്താൽ മതി. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഇറ്റ് വിൽ ബി ഡീംഡ് ആസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്താണോ അതിനെ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഇതിലിപ്പോ പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മറ്റേ സെക്ഷൻ ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. സെക്ഷൻ 1037 ആണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ്. 1037 എന്താന്നുള്ള ഒരു ഐഡിയ എന്തായാലും ഉണ്ടാക്കി വെക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പൽസറി അക്വിസിഷൻ എന്നുള്ള കേസ് മാത്രമാണ്. കമ്പൽസറി അക്വിസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിൽ ഇനീഷ്യൽ കോമ്പൻസേഷൻ കിട്ടുമ്പോൾ അതിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്, അതുപോലെ എൻഹാൻസ്ഡ് കോമ്പൻസേഷന്റെ ടാക്സബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ അതിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സംഷൻ. എല്ലാവർക്കും ഈ ടോപ്പിക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.